എന്താണ് ഇങ്ങനെയല്ലല്ലോ അവിടെ നിന്ന് സന്തോഷത്തോടെയാണല്ലോ കയറിയിരുന്നത്. എന്താ സാറേ ആത്മാവ് മാത്രമേ ഉള്ളൂ. ആത്മാവാദം നന്ദുക്കുട്ടൻ. യെസ്, കണ്ടാ ഓരോരോ പോസ്റ്റുകളുണ്ടോ ചെണ്ടാ പോണേ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലൂരാണ്. നമ്മളെ ഭൂമിയിലെ സ്വർഗത്തിലേക്കാണ് പോകാൻ പോണേ അല്ലേ. രഞ്ജനുണ്ട് കൂടെ. രഞ്ജൻ മുങ്ങാൻ പോയത് ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞപ്പോ പിടിച്ച് രഞ്ജൻ മാത്രമല്ല രഞ്ജിത എടാ. ആ അപ്പൊ നമ്മൾ പോണേ ഭൂമിയിലെ സ്വർഗത്തിലേക്കല്ലേ അല്ലേ. അപ്പൊ എങ്ങോട്ടായിരിക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. എന്തായാലും ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ടാവട്ടെ. നിങ്ങൾ അതിന് വേണ്ടി ഒരു ജീപ്പൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണേന്ന് എന്തായാലും കാണിച്ചു തരാം. എൻ്റെ എത്രയാണ്? 3,200. ഒരാളോട്ട് 8 പേര് വരും. ജീപ്പുകൾ ഇഷ്ടംപോലെ കിടക്കണം കേട്ടോ. ഉച്ചക്ക് 2:45 വരെയും പോകുമല്ലോ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ താല്പര്യമുള്ളവർക്ക് ഓടിക്കാം അല്ലേ. ആ ചേട്ടൻ പറഞ്ഞാൽ 2:45 വരെയൊക്കെ ഏകദേശം ജീപ്പ് ഓടുള്ളൂ. പിന്നെ ആവശ്യമുള്ളവർക്ക് ഓടിക്കാം. കാരണം മൂകാംബികയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന സ്വർഗം, അത് ഗുഡജാത്രിയിലേക്ക് 40 കിലോമീറ്ററോളം മൂകാംബിക അമ്പലത്തിൽ നിന്നുണ്ട്. നമ്മുടെ ഡ്രൈവർ കിടിലൻ ഡ്രൈവറാണ് കേട്ടോ. ഒന്നും പറയല്ല, നേരിട്ട് കണ്ടോ. ഹരീഷ് എന്നാണ് എൻ്റെ പേര്. അങ്ങനെ നമ്മുടെ ലോഡ്ജിൻ്റെ മുമ്പിൽ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെ കൂടി കയറ്റി നമ്മുടെ ഗുഡജാത്രിയിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ പോണേ. ഒരിക്കലെങ്കിലും പോയി എൻജോയ് ചെയ്യേണ്ടതാണ് കേട്ടോ. കിടിലൻ വൈബാണ് പോണേ. ഇതെൻ്റെ ഒരു സെക്കൻഡ് ട്രിപ്പായിരുന്നു. അപ്പുറത്ത് നമ്മുടെ മറ്റൊരു ജീപ്പ് കൂടി എൻ്റെ എഞ്ചിനാണ് എൻ്റെ അടുത്ത് വെച്ചാൽ. അപ്പോൾ എല്ലാവരും നമുക്കൊന്ന് ഓടിച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ബാക്കി വിശേഷങ്ങൾ നേരിട്ട് കണ്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി. എപ്പോഴെങ്കിലും പോവുക, എൻജോയ് ചെയ്യുക. എല്ലാവരും ഇനി ആരും കിട്ടിയിരുന്ന് പറയുന്നത് ഇത്. അയ്യോ ആ ചേച്ചിയായിരുന്നാ പേടിച്ചു. രഞ്ജൻ, സൂരജ്, അതെ എല്ലാവരും ഒന്ന് കാണിച്ചേട്ടെ. നിന്റെ നാക്ക കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കണം കേട്ടോ. നമ്മുടെ ഡ്രൈവർ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. എന്നിട്ട് ആ വണ്ടിയിട്ട് അലക്കണമായിരുന്നു. നല്ല കിടിലും കീറി എന്നിട്ട് 1.25 മണിക്കൂറോളം അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നോർമൽ ഡ്രൈവറിന് എന്തായാലും 1.5 മണിക്കൂർ അങ്ങോട്ട് മേളിലേക്ക് എത്താൻ വേണ്ടി വരും. ശേഷം നമുക്ക് ഇറങ്ങാനുള്ള സമയമൊക്കെ വേണമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ ഇതിനകത്ത് പറയണ്ട. അപ്പോൾ നിങ്ങൾ അഡ്വാൻസ് കണ്ട് അതനുസരിച്ച് നേരത്തെ ഇറങ്ങുക. ഞങ്ങൾ 2:30 കയറിയെന്ന് പറഞ്ഞില്ല, അതിലേക്ക് ഒന്നും വെക്കാണ്ട് ഒരു 12 മണിക്കെങ്കിലും പോവുക. പിന്നെ ജീപ്പുകാരോട് എപ്പോഴും ചോദിക്കും ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം തരാൻ പറ. എന്നാലും നിങ്ങൾക്ക് അവിടെ ഒന്ന് അത്യാവശ്യം മേളിൽ ചെന്ന് ഗുഡജാത്രി ചെന്നിട്ട് ഒന്ന് നടന്ന് അത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മുമ്പിലുള്ള ജീപ്പ് കൊണ്ട് ഇതൊന്നും അല്ല കേട്ടോ. റോഡ് ജീപ്പ് പൊട്ടിയെന്നല്ല, ഇനി വരാൻ പോകണമെന്ന് നേരിട്ട് കണ്ടോ. പോകാത്തവരോടുണ്ടോ, പോയവർക്ക് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ഇല്ലാത്തവരാണ് ഇതിപ്പോൾ നല്ല വഴി, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നല്ല വഴിയാണെന്ന് പറയാം വേണമെങ്കിൽ. നമ്മളിവിടെ മുഴുവൻ കുഴിയാണല്ല. അപ്പോൾ അതിൽ നല്ല വഴിയാണെന്ന് പറയാം. ഇനി വരാൻ പോണ കണ്ടോ. അങ്ങനെ ഇവിടെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഓരോ എല്ലാവർക്കും ഓരോ കയറുന്നതിന് ടിക്കറ്റ് നിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ എഴുതി കൊടുക്കണം. എല്ലാവരും ഡീറ്റെയിൽസ് വിത്ത് ഫോൺ നമ്പർ എഴുതി കൊടുക്കണം. അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തന്നെയാണ്. നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വായിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ ലേറ്റ് ഫീ ഒക്കെ ഉണ്ട്. അപ്പോൾ അതായത് 6 മണിക്ക് മുന്നേ ഇത് തിരിച്ച് കടന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ടുപോകണ പ്ലാസ്റ്റിക് കുപ്പി തിരിച്ച് എത്ര എണ്ണം അങ്ങോട്ട് കൊണ്ടുപോയോ തിരിച്ച് അത്ര വേണം. അവിടെയും പുലി ഇവിടെയും പുലി. ഇത് സിംഗാണിത് പറഞ്ഞാൽ മതി, എനിക്ക് മാറിപ്പോയനെ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചെക്ക് പോസ്റ്റിന് അവിടെ നിന്ന് റൈഡിങ് തുടങ്ങി. പിന്നെ ഇനിയുള്ളതാണ് കേട്ടോ ഒന്ന് കാണേണ്ടതായിട്ടാണ്. ഫുൾ ഓഫ് റോഡാണ്. വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ 8 കൊല്ലം മുന്നെയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പോഴത്തെ ഇത്തവണ കിട്ടിയ ഡ്രൈവർ ഞാൻ പറഞ്ഞില്ല, അവന് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അടിപൊളി കയറിക്കൊണ്ടിരുന്ന വണ്ടി ഇട്ടിട്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത്. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഒരു നാരങ്ങ എന്തെങ്കിലുമൊക്കെ കൈ പിടിക്കുന്നത് നല്ലതായിരിക്കും. ചിലർക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഛർദ്ദിച്ചായിരുന്നു. അപ്പോൾ ആർക്കെപ്പോഴേലും വരെ ഈ വണ്ടിയിലിരുന്ന് കുലുക്കി. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കാണുക, അതും കൂടി ഓർമ്മപ്പെടുത്തിയാണ്. പിന്നെ ഈ വഴികൾ കണ്ട ഭയങ്കര. പിന്നെ ഈ ഷോർട്സൊക്കെ എടുക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടായിരുന്നു. ഒരു കൈ ജീപ്പിൽ നിന്ന് വിട്ടാൽ ചെറുത് താഴെ പോകും. അപ്പോൾ ഒരു കൈ എന്നെ മുറുക്കി പിടിച്ചിട്ട് മണ്ടേ കൈ വെച്ചിട്ട് മൊബൈലിലെടുത്ത കുറേ വിഷ്വലാണ്. ഗോപ്രോ ആണെങ്കിൽ കൊണ്ടുപോയില്ലായിരുന്നു, അത് കൊണ്ടുപോകാൻ വിട്ടുപോയി. അത് കൊണ്ടുപോയി കുറച്ചും കൂടി എനിക്ക് ഇത്തിരി കൂടി ഈസി ആയിരുന്നു എടുക്കാൻ, സ്റ്റിക്കിലൊക്കെ വെച്ചിട്ട് എടുക്കാനേ. പിന്നെ ഇതിൻ്റെ അകത്ത് വണ്ടിയിലൊരു പരിധി ഉണ്ട് കേട്ടോ. വണ്ടി അതേപോലെ കിടന്ന് കുലുങ്ങിയും മറിഞ്ഞും തിരിഞ്ഞും കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസൊക്കെ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ആ ടൈമിലൊക്കെ പക്ഷേ ഗോപ്രോ ഉപകാരപ്പെട്ടാണ്. ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറുന്നത് അങ്ങനെ കുറച്ച് പറയുന്നുണ്ട്. ഇവിടെ അല്ല കേട്ടോ, അടുത്ത സ്ഥലമുണ്ട്. അതൊക്കെ എന്തായാലും പറയുക വരുന്നുണ്ട്. ഇതുണ്ടായി. അപ്പോൾ ഒരു ചില സ്ഥലത്തേക്ക് 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉള്ളു കേട്ടോ. ഇതുണ്ട്. അപ്പോൾ നിർത്തി കൊടുത്തേക്കാണ് കാണുന്നത്. ചില സ്ഥലത്ത് ഓണടിച്ച് ആൾ കയറി പോണത് അതുകൊണ്ടാണ്. അപ്പുറത്തൊരു വണ്ടി വന്നാൽ പിന്നെ അല്ലെങ്കിൽ റിവേഴ്സ് നോക്കേണ്ടി വരും ഒരാൾ. വഴിയാണെങ്കിലാ ഇതിലും അലമ്പായിട്ടുള്ള ഇതിലും ഭയങ്കര ഇതായിട്ട് കിടക്കുന്ന വഴികളുണ്ട് കേട്ടോ. വഴിയുടെ ഭാഗങ്ങളുണ്ട്. അതൊക്കെ അതിലേക്ക് നമ്മൾ പോകണ്ട. അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. പല ടൈമിലായിട്ട് പല സമയത്ത്
റിസ്ക് എടുത്തെടുത്തപ്പോൾ വീഡിയോസ് കണ്ട കാരണം മൊബൈൽ താഴെ പോയാൽ കഴിഞ്ഞല്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും സ്റ്റിക്കിൽ എന്തെങ്കിലുമൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തിരി ഈസിയായിരുന്നു. ഇത് കൈ പിടിച്ചെടുക്കുമ്പോൾ അത്രയും കെയർ ചെയ്തിട്ടാണ് എടുത്തത്. കാരണം എന്നാൽ നിങ്ങളെ കാണിക്കാൻ വേണം, എനിക്കും വേണം വിഷ്വൽസ്. എന്തായാലും കിട്ടി, എന്തായാലും ഹാപ്പിയാണ്. എന്നാലും പിന്നെ ഇതിൻ്റെ മേളിൽ ചേർത്തുള്ള വിഷ്വൽസ്, അത് കൂടിച്ചാത്രി മേളിലെത്തിക്കായിട്ടുള്ള വിഷ്വൽസൊക്കെ കാണണ്ടേ, ഒക്കെ ഒന്ന് കാണാനുണ്ട് മോനെ. ഇതുവരെയും പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞേണ്ട, ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് പോയിരിക്കേണ്ട സ്ഥലമാണ്. ആ സ്ഥലമൊക്കെ ഒന്ന് കാണുക. ഇപ്പോൾ താഴത്തെ അമ്പലത്തിൽ പോയി ദർശിക്കാം, അമ്പി അമ്പലം. അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഇങ്ങനെ ഒരു വണ്ടി വിളിച്ചാൽ 8 പേർക്ക് വരെ ആ ജീപ്പിൽ കയറാം, 3200 രൂപ. അപ്പോൾ അതിൽ കയറുക. പിന്നെ ടൈം ഞാൻ പറഞ്ഞത് പരമാവധി 12 മണിക്ക് മുന്നേ പോകാൻ നോക്കുക. ജീപ്പുകാരോടൊരു 3 മണിക്കൂർ എക്സ്ട്രാ, അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിലും മിനിമം വേണമെന്ന് പറഞ്ഞേക്കുക. കാരണം അവർ 1.5 മണിക്കൂർ നമ്മളോട് പറഞ്ഞു, പക്ഷെ 1.5 മണിക്കൂർ കൊണ്ട് എത്തില്ല. പിന്നെ ഒരു 300 rupees എക്സ്ട്രാ കൊടുത്താൽ ഒരു 1 hour ഞങ്ങൾ ലേറ്റായിട്ട്. 300 ആ വെച്ച് നോക്കുമ്പോൾ വിഷയമുള്ള കേസല്ല. നമ്മൾ 500 കൊടുത്താലും നമുക്കൊരു 3-3.5 മണിക്കൂർ കിട്ടിയ അടിപൊളി. കാരണം എല്ലാവരും ഒരേ രീതിക്ക് ഓടിച്ചാടി കയറില്ല. അത് ഇതാണ്ട ഈ വഴിയൊക്കെ നോക്കി അടിപൊളി റൈഡായിരുന്നു, ഒന്നും പറയാനില്ല. വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ സെക്കൻഡ് ടൈം ആണെങ്കിലും ഇതും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അതുപോലെ നിങ്ങൾ പോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് കുറച്ച് 2 ദിവസം സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ പോവുക. ഒരു ദിവസം വേണമെങ്കിൽ ആ മൂകാംബിക അമ്പലത്തിന് മുന്നിൽ തന്നെ റൂംസൊക്കെ കിട്ടും, നിങ്ങൾക്ക് അവിടെ എടുക്കുക. അമ്പലത്തിൽ പോയി സന്ദർശിക്കേണ്ടവർ, അല്ലെങ്കിൽ ദർശിക്കേണ്ടവർക്ക്, ദേവിയെ ദർശിക്കേണ്ടവർക്കൊക്കെ പോകാം. അല്ലെങ്കിൽ അമ്പലം കാണാനുള്ളവർക്കാണെങ്കിലും പോവാം. പിറ്റേ ദിവസം വന്നിട്ട് പറ്റുമെങ്കിൽ രാവിലെ തന്നെ വിടാൻ നോക്കുക. എന്താണ് ഉച്ചയ്ക്ക് ഈ വെയിലത്തേക്ക് വെക്കാണ്ട് രാവിലെ തന്നെ പോയാൽ വേറൊരു ഫീലായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ എന്താണ് ഈ മലമുകളിലേക്കൊക്കെ വെളുപ്പിനെ ചെല്ലുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ വേറൊരു മൂഡാണ്. വൈകിട്ടത്തേലും നല്ലത് മോർണിംഗ് തന്നെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് നോക്കിയാൽ അവിടെ ഒന്നും ഒരു രക്ഷയില്ല, അവിടെ എന്തിനും ഓണായിട്ട് നിൽക്കണമായിരുന്നു ഒന്നെന്തും. നമ്മുടെ ജീപ്പിലുള്ളവരെല്ലാവരും ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിക്കാൻ പറ്റുമെന്ന് ഓർത്ത് ഒരു ഊഹം വെച്ചെടുത്തൊരു വിഷയമാണ് കേട്ടോ. കാരണം വണ്ടി റൈഡിങ്ങിൻ്റെ ഇടയിലാണല്ലോ എടുക്കുന്നത്. അതും ഞാൻ തിരിഞ്ഞ് നോക്കാൻ പോലും എനിക്ക് പറ്റില്ല. വെറുതെ ഊഹം വെച്ച് ചിലത് ചീറ്റി പോവും, ചിലത് കിട്ടും, അത്രയല്ലേ അല്ലേ. ഇവനൊന്നും പറയാനില്ലായിരുന്നു കേട്ടോ, ഡ്രൈവർ. അവൻ പോലെയായിരുന്നു, ഒന്നും പറയാനില്ല. അവൻ്റെ വണ്ടി കയറാൻ സാധിച്ചത് തന്നെ വളരെ സന്തോഷം. കാരണം എന്താ വെച്ചാൽ അത് ആ ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ് സത്യത്തിൽ വേറെ രീതിയിൽ നോക്കുമ്പോൾ. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഇതുണ്ട്, ഇതൊക്കെ നോക്കി പാറയുടെ മേളിലേക്ക് ഓടിച്ചേട്ടനവരില്ലേ നോക്കി, ഒന്നും പറയാനില്ല. അവൻ നല്ല ക്ലിയറായിട്ട് തീർക്കൂട്ടെന്ന് വെച്ചാൽ. ഇനിയപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഈ റൈഡൊന്ന് നിങ്ങൾ കാണും, ബാക്കി എന്നിട്ട് പറയാം. അങ്ങനെ നമ്മൾ എന്താണ് മൂകാംബിക തുടങ്ങിയ യാത്ര കൂട്ടയാത്രയിൽ എത്തിയിട്ടുണ്ട്. ഇതുണ്ട് എന്തോരം ജീപ്പാണ്, ഇതെല്ലാം ആൾക്കാരെ കൊണ്ടുവന്ന ജീപ്പാണ്. ഇത് ആൾക്കാരെ വെയിറ്റ് ചെയ്ത് കിടക്കണതാണ്, തിരിച്ച് വന്നിട്ട് വേണം അവർക്ക് പോകാൻ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് അറിയണ്ടേ. വാ, എല്ലാവരും ഉണ്ടാന്ന് നോക്കിയാൽ ഉണ്ടാ അല്ല, നിങ്ങൾ ആരെങ്കിലും താഴെ പോയിട്ടാണ് ചിരിച്ചതെന്ന് അറിഞ്ഞുകൂടല്ലോ. ഓരോരുത്തർ പോകുമ്പോൾ അതെ. എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? എന്റെ അവനോട് പറഞ്ഞു അപാരം. എത്ര മണിക്കൂർ എടുക്കും അവിടെ നിന്ന് ഇങ്ങോട്ട്? ഹാഫ് ആൻ അവറോ? 5:30. എല്ലാ പ്രശ്നങ്ങളും ശരിയായിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയല്ലല്ലോ അവിടെ നിന്ന് സന്തോഷത്തോടെയാണല്ലോ കയറിയിരുന്നത്? എന്താ സാറേ ആത്മാവ് മാത്രമേ ഉള്ളൂ. ആത്മാവ് മാത്രമേ ഉള്ളൂ. നന്ദു വാ, നന്ദുക്കുട്ടൻ. യെസ്,
കണ്ടാ ഓരോരോ പോസുകളുണ്ടോ ചെണ്ടാ പോണേ. പിന്നെ പരമാവധി നമ്മുടെ ജീപ്പ് അവിടെ നിന്ന് എടുക്കുമ്പോൾ മൂകാംബിക ടെമ്പിളിൻ്റെ അവിടെ നിന്ന് എടുക്കുമ്പോൾ പരമാവധി നേരത്തെ വരാൻ നോക്കണം കേട്ടോ. കാരണം വൈകിട്ട് 6 മണിക്ക് നമുക്ക് തിരിച്ചിറങ്ങണം. ഇപ്പോൾ ഏതാണ്ട് 4 മണിയോളം ആയി. അപ്പോൾ 4 മണി കഴിഞ്ഞ്. അപ്പോൾ 1.5 മണിക്കൂർ നമുക്ക് കിട്ടുള്ളൂ. ഇവിടുന്ന് 5:30 ഇറങ്ങിയാൽ 6 മണിയാകുമ്പോൾ ചെക്ക് പോസ്റ്റിൽ എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫൈനുണ്ട്. അപ്പോൾ പരമാവധി നേരത്തെ വരാൻ നോക്കണം. നമ്മുടെ ജീപ്പ് പാർക്ക് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അത് ഇവിടം വരെ ജീപ്പ് വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ. അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് മേളിലേക്ക് പോകാൻ. ഇവിടെ ഒരു ശൂലവും വാളും ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കും ഒരു അറിവായിരിക്കും, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ നമ്മൾ കുടിയാത്രയിലേക്കുള്ള അല്ലെങ്കിൽ കുടിയാത്രയിൽ ഇനി കുറച്ച് നടക്കാനുണ്ട് മലയുടെ മേളിൽ കൂടി. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ചെന്നിട്ട് വേണം, അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്, അവിടെ പോയി നമുക്ക് കാണേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. കാഴ്ചയൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് വരാം. ഇനി അങ്ങോട്ട് ഇത്ര നേരം ജീപ്പിലിരുന്ന് സൂചിച്ചല്ല, ഇനി അങ്ങോട്ട് നടന്ന് കയറേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നടക്കാനുണ്ട് താനും. അപ്പോൾ എന്താ പറയുക, വലിയ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു 1-1.5 മണിക്കൂറൊക്കെ എടുക്കും. നമുക്ക് ഇപ്പോൾ എനിക്ക് തന്നെ 1 മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തായിരുന്നു അങ്ങോട്ട് നടന്നിട്ട്. ഇതുണ്ട രഞ്ജന പോയി വെള്ളം എടുക്കുന്നത്, കുടിവെള്ളമുണ്ട്, ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. മേളിൽ നിന്ന് എനിക്ക് വേണം ഒഴുകി തന്നെ വെള്ളം ഒരിക്കും, നല്ല വെള്ളമാണ്. കുടിവെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ആ കുളത്തിൽ മീനുണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിക്കുക, അപ്പുറത്ത് വെയിലടിച്ചിട്ടുണ്ട്. ഇതുണ്ട മീൻ ഇങ്ങനെ പൊങ്ങി നിൽക്കണമെങ്കിൽ അപ്പുറത്തുനിന്ന് വെയിലടിക്കുന്നതുകൊണ്ട് തന്നെ ആ പെട്ടെന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പുറത്തുനിന്ന് കറക്റ്റാണ് വിഷ്വലി. രഞ്ജൻ്റെ ഫാദറും പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അങ്ങനെ നടന്നു തുടങ്ങി. ഞാനും നടന്നു തുടങ്ങി. ഇങ്ങനെയുള്ള വഴികളൊക്കെ ഉണ്ടാ. കുറച്ച് കഴിയുമ്പോൾ നല്ല വഴികൾ രണ്ടുമുണ്ട്, മിക്സാണ്. ഇങ്ങനെ അങ്ങോട്ട് പോകണം. ഇതേപോലെ ഉള്ള വഴികളാണ്. എന്തായാലും ആദ്യമായിട്ട് പോണവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നേരിട്ട് പോയി എൻജോയ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. നമ്മൾ വാവുകൊണ്ട് പറയണവരല്ലല്ലോ. നിങ്ങൾക്ക് വിഷ്വലായി കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതുണ്ട് എന്ത് മനോഹരമാണ് നോക്കി. ഇപ്പോൾ ഏകദേശം പകുതി എത്തിയിട്ടുള്ളൂ, ഇനിയും നടക്കാനുണ്ട് കേട്ടോ. ഇത് മഴക്കാലത്ത് ഞാൻ പറഞ്ഞത് ഫുള്ള് പച്ചപ്പായിരിക്കോട്ടെ. ഫോട്ടോ ഒക്കെ എടുത്ത് എന്ത് ഭംഗിയായിരിക്കും എന്നറിയാം. എൻ്റെ അന്നേരത്തെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഇടയിൽ രണ്ടുപേരും അവിടെ ഇരിപ്പായിട്ടോ നടന്ന് കഥച്ചിട്ട് ഉള്ള ഇനി നടക്കാനുണ്ടാവും. നടക്കാനുണ്ട്. എവിടാ എന്ത് വൈബ്? അല്ല നേരത്തെ എന്താ പറയാ വൈബ് ഉണ്ടെന്നാ പറയടാ. നാണം വന്ന കൊച്ചിന് അയ്യേ. ഇത് മൈൻഡിയാണ്, ഇത് പണ്ടേ ഉള്ളതാണ്. കുറച്ച് വട്ട് കൂടുതലാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള സ്ഥലം കണ്ട ഉറപ്പായിട്ടും. ഇത് തന്നെ ചുമന്നിരിക്കണണ്ട. ഇത് ഞാൻ എൻ്റെ എന്താണ് കണ്ണട എടുത്ത് വെച്ചിട്ട് വെറുതെ എടുത്തൊരു ഷോട്ടാണ് കേട്ടോ. അതിൽ ചുമന്നേക്കും നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇതേപോലെ ഇരിക്കും. ഇതാണ് എന്തും മനോഹരമാണെന്ന് നോക്കി. ഇതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴുള്ളൊരു വിഷ്വൽ നോക്കി എന്ത് വ്യൂ ആണെന്നറിയാമോ. കീഴിലൊന്നും ഒന്നും പറയാനില്ല. നേരിട്ട് പോയി ആസ്വദിക്കേണ്ട ഒന്ന് തന്നെ. പോയേക്കണവർക്കറിയാം, ഇല്ലാത്തവരോടാണ് എൻ്റെ ഉദ്ദേശം. എന്തായാലും ഒരിക്കലും നിങ്ങളും പോവുക, എൻജോയ് ചെയ്യുക. പിന്നെ പോയാൽ ഈ പറഞ്ഞാൽ മൂകാംബിക പോണവരോട് ഞാൻ പറഞ്ഞാണ് കുടജാത്രി കയറാണ്ട് വരരുത്, അങ്ങനെ ഞാൻ പറയുള്ളൂ. എനിക്ക് ഈ പോക്കിൽ ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് എന്തൊക്കെയായാലും അമ്പലത്തിൽ പോണതിൻ്റെ ഒപ്പം തന്നെ അവിടേക്ക് കയറണം, കുടജാത്രി കയറി കണ്ടേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. കാരണം നമ്മളെ അടുത്തൊരു പോക്ക് എന്നാണ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ അന്ന് നമുക്ക് നമ്മുടെ കയ്യിലല്ല. അപ്പോൾ പോണ ഏരിയകൾ ക്ലിയർ ചെയ്ത് വരിക, അത് പണ്ടേ ഉള്ള എൻ്റെ ഒരു ശീലമാണ്. കുറച്ച് ഒരു 2 ദിവസം കൂടുതലെടുത്തില്ല, അതെല്ലാം ക്ലിയർ ആയിട്ട് കണ്ടിട്ട് പോരുക. പിന്നെ നമുക്ക് ഒരാൾ ചോദിച്ചാൽ നമ്മൾ അവിടെ എല്ലാം കണ്ടാണെന്നെങ്കിലും പറയാമല്ലോ. ഇല്ല, കുട്ടിക്കൊരു കുഴപ്പമില്ല, കുട്ടിക്കൊരു കുഴപ്പമില്ല. രഞ്ജൻ ഇതിൽ കിട്ടിയിട്ട് നമ്മൾ വന്നത് അവിടെ നിന്നാട്ടാ. എന്തായാലും നടന്നു നോക്കിയേ. അതും കഴിഞ്ഞോണ്ടട്ടെ അപ്പുറത്തുനിന്ന് വന്ന് എന്നാലും ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചാ. ഇനിയിപ്പോൾ ഏതാണ്ട് ഇത്രയും കൂടെ ഉള്ളത് സ്ലോ മോഷൻ കളിക്കാൻ നീ മിണ്ടരുത്. നീ അപ്പോൾ ഒരു പോര് വേണ്ട ഇൻട്രസ്റ്റ് ചെയ്യുമേ ഓവറാക്കി നശിപ്പിക്കുക സാധനം. ഒരു ഓർമ്മ പുതുക്കൽ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു പഴയ ഗോവ ട്രിപ്പാണ്. ഞങ്ങൾ 3 പേരും പോയത്. രഞ്ജിത്തുണ്ട്, ഞാനുണ്ട്, ജിനുണ്ട്. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഓടിച്ചിട്ട് കാണിച്ചാണ്. അന്ന് ഞങ്ങൾ കുടജാത്രി കയറിയപ്പോൾ എടുത്ത ഫോട്ടോസും മറ്റുമാണ്. പിന്നെ അവിടെ വെച്ച് നമുക്ക് വീട്ടിൽ എടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ചേട്ടന്മാർ രമേശ് ചേട്ടൻ, മഹേഷ് ചേട്ടൻ, അതുപോലെ പീതാംബരൻ ചേട്ടൻ, ഇവരൊക്കെ അന്ന് കമ്പനി അടിക്കാൻ പറ്റിയവരായിട്ടാണ് ഞങ്ങൾ കുടജാത്രയ്ക്ക് കയറിയിരിക്കുന്നത്. അന്ന് നമ്മളൊന്നും ഫോട്ടോഗ്രാഫർ ആയിട്ടില്ല, അന്ന് അവരുടെ ക്യാമറയിലെടുത്ത ഫോട്ടോസാണിത്. അത് വേറെ കാര്യം. അന്ന് എന്താ പറയുക, നമ്മളൊന്നും ക്യാമറ കൈകൊണ്ട് വിട്ടിട്ടില്ല. എന്നാലും നമ്മളപ്പോൾ അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇനി ആ വിശേഷങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ അത്യാവശ്യം നടന്ന് നമ്മൾ കുടജാത്രി ആ മുകളിൽ എത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. കുറേ നടപ്പുണ്ട്. എന്തായാലും ഞങ്ങളൊരു 1 മണിക്കൂർ കൊണ്ട് എത്തി. പക്ഷേ അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കട്ടെ. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ എൻ്റെ പുറകിലോട്ട് വീണ്ടും മലകൾ ഇങ്ങനെ കിടക്കണുണ്ട്. അത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ കാണുന്ന വരെ ആ കേവിലേക്കൊക്കെ ഇറങ്ങാണ്ടിരിക്കുന്ന രീതിയിൽ ഇവിടെ ഗ്രില്ല് വെച്ചിട്ട് അടച്ചു വെച്ചേക്കണേണ്. അതെനിക്ക് കൊണ്ട് പണ്ടും ഇങ്ങനൊരു ഗ്രില്ലുണ്ടായെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ അടച്ചു വെച്ചേക്കാനാണ് കാണുന്നത്. ഇത് പുറകിൽ നിന്നുള്ളൊരു വിഷ്വലാണ്.
അപ്പോൾ നമ്മുടെ ഗ്യാങ്ങുകളൊക്കെ എത്തിയിട്ടുണ്ട്. അതേ കാണിച്ചു തരാമെന്നെല്ലാവരും. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും ഇല്ലാണ്ടിരിക്കണ ഇരിപ്പ് നോക്കി. നീ എന്തായിരുന്നു കാണിച്ചേ? ഞാൻ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മ വീണ് കഴിഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റ് എത്തിയത് ഞാനാണ്. കാരണം അവിടെ ചമ്മൽ സഹിക്കാൻ വരാണ്ട് എങ്ങനെയാണ് ഓടി രക്ഷപ്പെട്ടുള്ളൂ. അവരുടെ മുമ്പിലൊന്നും പിന്നെ കാണരുത്. പക്ഷെ വന്നിരുന്ന അവരുടെ മുമ്പിൽ മനസ്സിലായില്ല ഭാഗത്തിന്. അത് കുഴപ്പമില്ല, മനസ്സിലായി. മുകളിൽ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കിയേ. ഇത് കണ്ട എന്താ മൂട് നോക്കി അവിടെ നോക്കുമ്പോൾ. കണ്ട വെളുപ്പിനാണെങ്കിൽ ഇതിലും ഭംഗിയായിരിക്കും. ഇതിപ്പോൾ വെയിൽ ഇച്ചിരി ഉണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. വേണ്ട ഇനി നമ്മുടെ തലയിലാണ്ട് ഈ വീഡിയോ എന്താണ് കുളവണ്ട, അതും കൂടി കാണിച്ചേക്കാം. പിന്നെ ഇപ്പുറത്ത് നോക്കി രഞ്ജൻ്റെ അമ്മ ഇരിക്കണ ഇരിപ്പ് പോയിക്കോട്ടെ. ഇതൊക്കെയാണ് ലൈഫ് എൻജോയ് ചെയ്യുക, അത്ര തന്നെ. നമ്മുടെ മനോജിൻ്റെ അമ്മയും പിന്നെ അനുവും മനുണ്ട്. ഇവരൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തി സ്റ്റോപ്പ് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചത്. തിരിച്ചു നടന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷെ അവർ എത്തിയിട്ടുണ്ട് ലാസ്റ്റ്. അതെന്തായാലും പൊളിച്ച്. വിജയം കണ്ടല്ലോപ്പാ. അതെ ഇതാണ് മോട്ടിവേഷൻ. അതെ പോയി കണ്ടോട്ടോ. നമ്മൾ ഏത് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പുറത്ത് ശാന്തി പറഞ്ഞിട്ടുണ്ട്. ആ ശാന്തി തന്നെയാണ് തോന്നുന്നു ഡെയിലി 2 നേരം കയറണത് ഇങ്ങോട്ട്. നമുക്കൊന്ന് ചോദിച്ച് നോക്കിയാലോ, 2 കൽപ്പിച്ച്. എന്തായാലും ആണെങ്കിലൊന്ന് പരിചയപ്പെടാമല്ലോ, സന്തോഷമുള്ളതിൽ. വാ. ശാന്തിയുടെ പേര് പ്രകാശ്. ഈ ശാന്തിയാണ് ഡെയിലി 2 നേരം. സമയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ 1 നേരം വരും അല്ലേ? 1 നേരം വരും. അപ്പൊ കണ്ടെങ്കിലും പരിചയപ്പെട്ടതിന് സന്തോഷം. ഓക്കെ താങ്ക് യു. ഇങ്ങോട്ടോക്ക് എന്റെ അമ്മ വന്നിട്ടാ എല്ലാരും പറഞ്ഞ കേറാൻ പറ്റൂല ചേച്ചി എന്നാ പോയി സ്ട്രൈക്കാൻ കൊടുക്ക്. അമ്മ പൊളിച്ച് അല്ലേ? അമ്മാമ പൊളിച്ചു. അമ്മാമ വിജയം കണ്ട്. അതാണ് ചേച്ചി എത്തിയിട്ടുണ്ട്. രഞ്ജോ ഞാൻ അവിടെ നീ നിർത്തിയാന്ന് ഓർത്തു. ഇതുപോലെ പല സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടുവന്നല്ല മറ്റുള്ളവർ കൊണ്ടുവന്ന കുപ്പികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ചെക്ക് പോസ്റ്റിൽ കുപ്പിയൊക്കെ ചെക്ക് ചെയ്തിട്ട് വരുന്നത്. തിരിച്ചു പോകുമ്പോൾ കാണിച്ചു കൊടുക്കണം. എല്ലായിടത്തും ഉണ്ട്, പല സ്ഥലങ്ങളിലും കിടക്കേണ്ടത് അതിലിടയിലുണ്ട്. നമ്മളങ്ങനെ തിരിച്ചിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്ത് അമ്മയൊക്കെ വരാൻ ഇച്ചിരി ടൈം എടുക്കും നടന്നു വരാൻ. അപ്പോൾ ആ ഗ്യാപ്പ് ഇതേ ഒരുത്തം മുതലാക്കണം. നോക്കി ഇവൻ്റെ ഈ പരിപാടി കണ്ട് ഞാനും ചെയ്തു പോയി. അങ്ങനെ ചിലപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ ഒരു സൗണ്ട് കേൾക്കാം കേട്ടോ. നോട്ടെ. എന്നാ ടൈമിങ് ഇപ്പോൾ 6 മണിയാവാറായി. അപ്പോൾ ഒരു റൗണ്ട് ഞാൻ ഇതിന് മുന്നേ ഇത് കേട്ടായിരുന്നു. ഞാൻ നല്ല ലക്കുണ്ടെങ്കിൽ കേൾക്കാതെ ഓർത്ത് അഡ്വാൻസ് വെച്ചാൽ എന്തായാലും ലക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റി. അതിൻ്റെ ഇടയിൽ എവിടെയാണ് നോക്കട്ടെ കേട്ടോ. ആ ടൈമിങ്ങിൽ തന്നെയാണ് ഇനി അടുത്ത് തന്നെ. ഇപ്പം അത് നിർത്താണ്ട് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ തുടങ്ങി. നേരത്തെ അങ്ങനെയല്ല നിന്നായിരുന്നത് സൗണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിക്കോട്ടെ. അങ്ങനെയുണ്ട്. രഞ്ജിത്തും അമ്മയും കൂടി വരുന്നുണ്ട്. നമുക്കൊരു വിഷ്വലി ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഗ്യാപ്പിൽ. വൈകുന്നേരം 6:30 എടുത്ത വിഷ്വലാണ് കേട്ടോ. ഈ കാണുന്നതല്ലേ യഥാർത്ഥ പ്രണയം അല്ലെങ്കിൽ പ്രേമം എന്നൊക്കെ പറയണത്. നോക്കി 2 പേര് കെട്ടിപ്പിടിച്ചിരിക്കണവരാണ്. ആ മരങ്ങൾ നിൽക്കണം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ. ആ അടിഭാഗം നോക്കി കെട്ടിപ്പിടിച്ചിരിക്കണവർ നോക്കി. കണ്ട അടിപൊളി. അപ്പോൾ നമ്മുടെ കുടജാത്രി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ പേജിലൂടെ ഇങ്ങനെ വീഡിയോ ആണെങ്കിൽ ഫോളോ ചെയ്തേക്കാം. പിന്നെ ആരും നെഗറ്റീവ് പറഞ്ഞല്ല, എന്നാലും ശ്രദ്ധിക്കാൻ വേണ്ടി അതായിട്ടൊരു ബിസിനസ്സാണ്. അത് നമ്മൾ 2:30 അവിടെ നിന്ന് ജീപ്പിൽ കയറിയിട്ട് 4:05 4:10 ആയപ്പോഴാണ് ഇവിടെ മുകളിലെത്തിയേക്കണം. അത് കഴിഞ്ഞിട്ട് നടക്കണം, കുറച്ച് നടക്കാനുണ്ട്. അത് നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ തന്നേക്കണമെങ്കിൽ 4 മണിക്ക് എത്തിയാൽ 5:30 റിട്ടേൺ ജീപ്പിൻ്റെ അവിടെ ചെല്ലണം. എനിക്ക് വേണം അത്രയും ഫിറ്റ്നസ്സൊക്കെ നോക്കണം. ഒരാൾക്ക് 3/4 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് പോയിട്ട് 1/2 മണിക്കൂർ കൊണ്ട് റിട്ടേൺ ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങോട്ട് കയറ്റമാണല്ലോ. അപ്പോൾ അതൊരു പണിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പക്ഷേ ജീപ്പ് വിളിച്ചപ്പോഴല്ല പറഞ്ഞത്, ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ്. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അതൊരു ബിസിനസ്സാണ്. പിന്നെ ഇടയ്ക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായില്ല അവിടെ. 6 മണിക്ക് മുന്നേ ക്രോസ് ചെയ്തില്ലെങ്കിൽ അതിനൊരു എന്തോ ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ അഡ്വാൻസ് അവർ പറയണത്. അവർ പറഞ്ഞില്ല. എന്തോ ആയിക്കോട്ടെ, ഞാനത് നിങ്ങളോട് പറഞ്ഞത് ആരും പറഞ്ഞാൽ നേരെ മറിച്ച് ഇപ്പോൾ കയ്യിൽ എത്ര രൂപ ഇട്ടാണ് വന്നത് ഇങ്ങോട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ എമൗണ്ട് വരും. അതുപോലെ നിങ്ങൾ ഈ ഒരു സമയം മുൻകൂട്ടി കാണണം. ഒരു ജീപ്പ് വിളിക്കുമ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ 6 മണിക്ക് ചെക്ക് പോസ്റ്റിൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും അതിന് മുന്നേ അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു 1 മണിക്കൂർ അങ്ങോട്ട്, അല്ലെങ്കിൽ ഒന്നല്ല, ഒരു 1.5 മണിക്കൂർ അങ്ങോട്ട്, 1.5 മണിക്കൂർ ഇങ്ങോട്ട്, 3 മണിക്കൂർ അങ്ങോട്ടൊക്കെ എത്തണം. ആ രീതിയിലൊരു ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. മനസ്സിലായി? അതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആലോചന ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.
അപ്പോൾ അടുത്ത വീഡിയോ താങ്ക് യു ബൈ. ശേഷം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇരുട്ടായിരുന്നു. 6:45 കഴിഞ്ഞിട്ടാണ് ജീപ്പ് അവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ആ ഇരുട്ടത്തുള്ള ആ ഒരു റൈഡും കൂടി എൻജോയ് ചെയ്യാൻ സാധിച്ച്. പക്ഷെ ഒറ്റ ജീപ്പ് ഉണ്ടായില്ല, ഞങ്ങളുടെ ഒരു ജീപ്പ് വെച്ച് ബാക്കി എല്ലാ ജീപ്പും അവിടെ നിന്ന് പോയായിരുന്നു ഞങ്ങൾ കാത്തിരിക്കുന്നത്. കാരണം രഞ്ജിത്തിൻ്റെ അമ്മയൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റായി. അവർക്ക് നടന്ന് പെട്ടെന്ന് നമ്മുടെ വരെ വരാൻ പറ്റില്ല. പിന്നെ അതേ ലേറ്റ് ഫീ വന്നായിരുന്നു. എന്താണ് ചെക്ക് പോസ്റ്റ് കടക്കാഞ്ഞുകൊണ്ട് തന്നെ ഒരു 200 രൂപ 2 മണിക്കൂറത്തെ എക്സ്ട്രാ കിട്ടി. പിന്നെ ജീപ്പുകാരന് ഒരു 300 റുപ്പീസ് എക്സ്ട്രാ കൊടുത്ത്. എന്നാലും അത് മുതലാണ് കേട്ടോ. നിങ്ങൾ 1 മണിക്കൂർ എക്സ്ട്രാ പോയെന്ന് വെച്ചാൽ അതൊന്നും വിഷയമുള്ള കേസല്ല. വല്ലപ്പോഴാണ് നമ്മൾ പോകണത്. കാണാൻ ഉള്ളതെല്ലാം കണ്ടിട്ട് ഇറങ്ങുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇച്ചിരി ടൈം എടുത്തിട്ടാണെങ്കിലും. പിന്നെ അതിന് ശേഷം നമ്മൾ രാവിലെ മൂകാംബിക അമ്പലത്തിൽ 2 തവണ ദർശനത്തിന് കയറിയാണ്. ഒരു തവണയും കൂടി 3 ആഗ്രഹം ഉണ്ടായി. 3ാമത്തെ തവണ രാത്രി വീണ്ടും ദർശനത്തിന് പോയി. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ആ രഥത്തിൽ വീണ്ടും മൂകാംബിക ദേവിയുടെ ഇത് വെച്ചിട്ടുള്ള രൂപം വെച്ചിട്ടുള്ള പ്രദക്ഷിണമാണ് ആ കാണുന്നത്. ഭയങ്കര ഒരു മനോഹര കാഴ്ച തന്നെയായിരുന്നു. നൈറ്റിലും കാണാൻ പറ്റും, രാവിലെയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയാണ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി പുറകെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ മാത്രമല്ല വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോയായിരുന്നു. അതൊക്കെ പുറകെ വരുന്നുണ്ട്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്തേക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.